കോൺഗ്രസ് നേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പുതിയ വോയിസ് ക്ലിപ്പ് ആഘോഷാക്കാണ് മാധ്യമങ്ങൾ. കഥാപാത്രം തന്നെ നേരിട്ട് ഹാജരായി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതോടെ രാഹുൽ ഒളിവിൽ പോയി. ഇത്തരം കാര്യങ്ങളിൽ മാധ്യമങ്ങൾ കാണിക്കുന്ന പക്ഷപാതം കാണാതെ പോകരുത്. ഇത്തരം കേസുകളിൽ ആരോപണ വിധേയരായ CPM നേതാക്കളോട് കാണിക്കാത്ത ഒരു നീതിബോധം കോൺഗ്രസുകാരുടെ കാര്യത്തിൽ അവർക്കുണ്ട്. വൈശാഖനെ തിരിച്ചെടുത്തതും മറ്റും വിഷയമാകാത്ത മാധ്യമങ്ങൾക്ക് എങ്ങനെ ഇതുമാത്രം വിഷയമാകുന്നുവെന്ന ചോദ്യമുണ്ട്. ഇടതുപക്ഷക്കാർക്ക് ഒരു നീതിയും കോൺഗ്രസിന് വേറൊരു നീതിയുമോ എന്നതാണ് ചോദ്യം. കള്ളന്മാരെന്ന് കണ്ടെത്തിയവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് അനുവദിക്കാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നതടക്കമുള്ള സത്യങ്ങൾ സമൂഹത്തിലുണ്ട്. അവരാണ് ചാരിത്രം പ്രസംഗിക്കുന്നത് എന്ന് വെച്ച് ശബരിമല വിഷയം മറക്കാൻ പറ്റില്ലല്ലോ. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കവർന്ന കേസിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ അടുത്ത അറസ്റ്റ് ആരുടേതായിരിക്കും? പ്രധാന തട്ടിപ്പ് നടന്ന 2019 കാലത്തെ ദേവസ്വം ഭരണാധികാരികളെല്ലാം അറസ്റ്റിലായതോടെ ഉയരുന്ന പ്രധാന സംശയം ഇതാണ്. കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ പക്കലേക്ക് അയച്ച അക്കാലത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാകുമോ? 2025 ശബരിമലയിൽ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണ്ണപ്പാളികൾ ഹൈക്കോടതി നിയോഗിച്ച ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ദേവസ്വം മന്ത്രി VN വാസവൻ തുടങ്ങിയവരുടെ അറസ്റ്റിലേക്ക് എത്തുമോ? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരനായ സുഭാഷ് കപൂറും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് വരെ ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചതോടെ കേസ് ഏതെല്ലാം മാനം കൈവരിക്കും എന്ന ഭീതി ശക്തമാവുകയാണ്. അതുകൊണ്ട് ഹൈക്കോടതിയെ മെരുക്കാൻ CPM ശ്രമം ആരംഭിച്ചു. ഹൈക്കോടതിയുടെ ഇടപെടൽ അധികമാവുന്നുവെന്ന മട്ടിലായി അവരുടെ ചാനൽ വക്താക്കൾ. അന്വേഷണം ആരെക്കുറിച്ച് വേണമെന്ന് പറയുന്നത് ശരിയല്ല, സ്വതന്ത്ര അന്വേഷണം നടക്കണം എന്നെല്ലാം പാർട്ടി വക്താക്കളും അനുഭാവികളായ വക്താക്കളും പറഞ്ഞു തുടങ്ങി. പ്രതികളെ രക്ഷിക്കാനാണ് അവരുടെ നീക്കം. കോടതി പിടിവിട്ടാൽ എല്ലാം പൂട്ടിക്കെട്ടും. 2019 സംഭവങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും അറസ്റ്റുകളുമാണ് ഇപ്പോൾ നടക്കുന്നത്. 2015 സംഭവത്തിന്റെ അന്വേഷണവും അറസ്റ്റുകളും ബാക്കിയാണ്. ഭക്തർ ദൈവതുല്യരായി കരുതുന്നവർ ഇടപെട്ട കേസാണിത് എന്ന് പത്മകുമാർ നേരത്തെ പത്രക്കാരോട് പറഞ്ഞിരുന്നു. ഏതായാലും പത്മകുമാറിന്റെ മൊഴിയിലൂടെ ശബരിമല തന്ത്രി സംശയത്തിന് നിഴലാക്കപ്പെട്ടു. ഇനി എത്ര പേർ കൂടി?